വീടിന്റെ സ്ഥിതിയും രൂപവും മുതൽ വീട്ടുപകരണങ്ങൾ വരെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വരെ ഉൾപ്പെടുന്ന വിപുലമായ ഒരു സെൻസസ് ബുധനാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥിതിവിവര കണക്കെടുപ്പാണ് നടക്കുന്നത്. 2027 വരെ നീളുന്ന ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സെൻസസ് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ബന്ധപ്പെടുത്തുന്നതാണ്. അവസാന കണക്കെടുപ്പ് നടന്ന് 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന സെൻസസ് ലോകത്ത് തന്നെ ഏറ്റവും വിപുലമായ ഒന്നാണ്. പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത ഡിജിറ്റൽ സെൻസസ് ആണ് ബുധനാഴ്ച ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും സെൻസസിന്റെ ഭാഗമാകുന്നുണ്ട്. കേരളത്തിലെ സെൻസസ് ജൂൺ മുതലാണ് ആരംഭിക്കുക. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസിൽ ആദ്യഘട്ടത്തിൽ വീടുകളുടെയും ആസ്തികളുടെയും കണക്കെടുപ്പ് നടക്കും. 2ാം ഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങളുടെ കണക്കെടുപ്പാണ് നടക്കുക. ഡൽഹി ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിൽ ബുധനാഴ്ച മുതൽ ഡിജിറ്റൽ സെൻസസ് ആരംഭിച്ചു കഴിഞ്ഞു. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ഘട്ടത്തിൽ സെൻസസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ ജൂൺ 16 ആരംഭിച്ച് ജൂൺ 30 അവസാനിക്കുന്ന പ്രക്രിയയായാണ് ഡിജിറ്റൽ സെൻസസ് നിശ്ചയിച്ചിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് 1ാം ഘട്ടം. വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നൽകാനും അവസരമുണ്ടാകും. വിവരങ്ങൾ ഓൺലൈനായി വെബ്സൈറ്റിൽ സ്വയം രേഖപ്പെടുത്തുന്നതാണ് സെൽഫ് എന്യൂമറേഷൻ. ഇതിനായി sc.census.gov.in എന്ന പോർട്ടലാണ് ഉപയോഗിക്കേണ്ടത്. സെൻസസ് നടപടിക്രമങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച ശേഷം പോർട്ടലിൽ കയറി സംസ്ഥാനത്തിന്റെ പേരും ക്യാപ്ഷയും നൽകി ലോഗിൻ ഘട്ടത്തിലേക്ക് കടക്കാം. മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഒരാൾക്ക് ഒരു നമ്പർ ഉപയോഗിച്ച് മാത്രമേ ലോഗിൻ നടത്തി സെൽഫ് എന്യൂമറേഷൻ നടത്താൻ സാധിക്കൂ. പോർട്ടലിൽ കയറി അവനവന്റെ വ്യക്തി വിവരങ്ങൾ കൈമാറി എന്യൂമറേഷൻ പൂർത്തിയാകുന്നതോടെ ഒരു 16 അക്ക യുണീക് ID അഥവാ SEID നമ്പർ ലഭിക്കും. ഈ ID നമ്പർ പിന്നീട് വീട്ടിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന് കൈമാറിയാൽ മതിയാകും. ഇനി ഓൺലൈനായി എങ്ങനെയാണ് ഇത് ഫിൽ ചെയ്യേണ്ടത്? ആദ്യമായി സെൻസസിന്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിക്കുക. sc.census.gov.in എന്ന വെബ്സൈറ്റിലാണ് കയറേണ്ടത്. അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഹൗ ടു ഡു സെൽഫ് എന്യൂമറേഷൻ എന്നൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ നിങ്ങളുടെ സംസ്ഥാനമോ കേന്ദ്ര ഭരണ പ്രദേശമോ തിരഞ്ഞെടുത്ത് അടുത്ത് നൽകിയിരിക്കുന്ന ക്യാപ്ഷ കോഡ് ടൈപ്പ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗമാണ് ക്യാപ്ഷ എന്ന് പറയുന്നത്. അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ നിങ്ങൾക്ക് പോർട്ടലിന്റെ പ്രധാന പേജായ വെൽക്കം പേജിലേക്ക് എത്താൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം പറയാം. ഇപ്പോൾ കേരളത്തിൽ ഉള്ളവരാണ് ഓൺലൈൻ വഴി ഫിൽ ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ അതിന് കഴിയില്ല. Thank you for your interest in self-enumeration. The self-enumeration period in Kerala is from 16/6/2026 to 30/6/2026. Kindly visit this web portal during that period എന്നൊരു മെസ്സേജ് ആയിരിക്കും കാണാൻ കഴിയുക. ഇതിന് കാരണം കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയാണ് എന്യൂമറേഷൻ നടപടികൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേജ് തുറക്കാത്തത്. ഞാൻ ഇനി പറയുന്നത് ഈ പേജ് തുറന്ന ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. പ്രധാന പേജിൽ കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകണം. ഇമെയിൽ ID നൽകുന്നത് ഓപ്ഷണലാണ്. ഈ വിശദാംശങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു OTP വരും. ഈ OTP നൽകി നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് തുടരാം. വിലാസം നൽകുക. അതിനടുത്തായി ജില്ല, പിൻകോഡ്, പ്രദേശം തുടങ്ങിയ വിശദ വിവരങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ വിലാസം സ്ഥിരീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. പിന്നീട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വീടിന്റെ വിശദാംശങ്ങൾ ഇവിടെയാണ് നൽകേണ്ടത്. വീടിന്റെ നിർമ്മാണ രീതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, വീടിന്റെ നിലവിലെ അവസ്ഥ എന്നിവയാണ് നൽകേണ്ടത്. ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത ശേഷം സേവ് ചെയ്യുക. കുടുംബ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട വിഭാഗത്തിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നൽകേണ്ടത്. ആകെ അംഗങ്ങളുടെ എണ്ണം, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം, വീട് സ്വന്തമാണോ വാടകയ്ക്കാണോ എന്ന വിവരങ്ങൾ ഇവിടെയാണ് നൽകേണ്ടത്. ഇതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പിന്നീട് നൽകേണ്ടത്. കുടിവെള്ളത്തിന്റെ ഉറവിടം, വൈദ്യുതി ലഭ്യത, ടോയ്ലറ്റുകളുടെയും കുളിമുറികളുടെയും സൗകര്യം, ഉപയോഗിക്കുന്ന പാചക ഇന്ധനത്തിന്റെ തരം എന്നിവ ശ്രദ്ധാപൂർവം ഇവിടെ പൂരിപ്പിക്കണം.
ആസ്തികളും വീട്ടിലുള്ള മറ്റ് ഉപകരണങ്ങളും ജീവിത രീതിയെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ എന്നിവയുടെ ലഭ്യത, മോട്ടോർ സൈക്കിളുകൾ അതല്ലെങ്കിൽ കാറുകൾ പോലുള്ള വാഹനങ്ങളുണ്ടോ, പ്രധാനമായും ഉപയോഗിക്കുന്ന ധാന്യങ്ങളുടെ തരം എന്നിവയാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഇതിനുശേഷം സേവ് കൊടുക്കുക. ഫോം സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ നൽകിയ എല്ലാ വിവരങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു പ്രിവ്യൂ പേജ് ലഭ്യമാകും. എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുക. പൂരിപ്പിച്ച വിവരങ്ങളെല്ലാം ശരിയാണ് എങ്കിൽ ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് ലഭിക്കും. ഈ മെസ്സേജിലെ ID നമ്പർ പിന്നീട് വീട്ടിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന് കൈമാറിയാൽ മാത്രം മതിയാകും. സെൻസസ് ഓഫീസർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് സെക്ഷൻ 8 പറയുന്നുണ്ട്. അതിനാൽ ഏത് ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ്. 1948 സെൻസസ് ആക്ട് പ്രകാരം അറിഞ്ഞുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടും. ഈ കുറ്റത്തിന് 1000 രൂപ വരെ പിഴ ചുമത്താം. ചില കേസുകളിൽ ഉദ്യോഗസ്ഥർക്ക് 1000 രൂപ പിഴ ഒപ്പം തന്നെ 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 2 കൂടി ശിക്ഷ വിധിക്കാനുള്ള അധികാരവുമുണ്ട്. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും സെൻസസ് ഉദ്യോഗസ്ഥനോ സെൻസസ് നടത്തുന്നതിന് നിയമപരമായി സഹായിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ നിയമപ്രകാരം അവർക്ക് നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുകയോ അതല്ലെങ്കിൽ അത്തരം ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് മറ്റേതെങ്കിലും വ്യക്തിയെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇനി വീടുകളിൽ വന്നുള്ള സർവേ എങ്ങനെയെന്ന് നോക്കാം. സെൻസസ് കമ്മീഷൻ പുറത്തിറക്കിയ പ്രത്യേക ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴിയാണ് കണക്കെടുപ്പ് നടക്കുക. 16 ഭാഷകളിൽ ഫോമുകൾ ലഭ്യമാകും. 33 ചോദ്യാവലികൾ ആണ് ഒന്നാം ഘട്ടത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി വീടുതോറുമുള്ള സർവേകൾ നടത്തും. ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് എന്നാണ് ആദ്യഘട്ടം അറിയപ്പെടുന്നത്. 6 മാസം വരെ നീളുന്ന ഈ പരിശോധനാ ക്രമത്തിൽ പാർപ്പിട സാഹചര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗാർഹിക സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങളാണ് ശേഖരിക്കുക. 2ാം ഘട്ടമാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. 2027 ഫെബ്രുവരിയിലാണ് 2ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ജനസംഖ്യാ വിവരങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, സന്താന വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ജനസംഖ്യാ കണക്കെടുപ്പിലാണ് ശേഖരിക്കുക. ജാതി കണക്കെടുപ്പും ഇതിൽ ഉൾപ്പെടും. ചരിത്രത്തിൽ ആദ്യമായാണ് ജാതി സെൻസസ് ഇതോടൊപ്പം നടക്കാൻ പോകുന്നത്. ഇതിന്റെ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി വ്യത്യസ്ത സമയങ്ങളിലാണ് സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഡൽഹി, ഗോവ, കർണാടക, മിസോറാം, ഒഡീഷ, സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഏപ്രിൽ 1 മുതൽ സെൽഫ് എന്യൂമറേഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 15 വരെയാണ് ഇവിടങ്ങളിൽ സെൽഫ് എന്യൂമറേഷൻ. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ ഹൗസ് ലിസ്റ്റിംഗ് സെൻസസ് നടക്കും. അടുത്ത ഘട്ടത്തിൽ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷനും മെയ് 1 മുതൽ മെയ് 30 വരെ ഹൗസ് ലിസ്റ്റിംഗും നടക്കും. കേരളത്തിനൊപ്പം നാഗാലാൻഡിലും ജൂൺ 16 മുതൽ 30 വരെയാണ് എന്യൂമറേഷൻ നടപടികൾ നടക്കുന്നത്. ജൂലൈയിൽ ഹൗസ് ലിസ്റ്റിംഗും നടക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ 16ാമത് സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ 8ാമത് സെൻസസും. ഓരോ 10 വർഷവും നടക്കേണ്ട സെൻസസ് ഇക്കുറി നടക്കുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. 2011 ഇതിനു മുൻപ് അവസാനമായി സെൻസസ് നടന്നത്. കണക്ക് പ്രകാരം 2021 നടക്കേണ്ടതായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയും പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പുകൾ മൂലം സെൻസസ് വൈകി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സെൻസസ് കണക്കെടുപ്പ് ഇത്രയധികം വൈകുന്നത്. ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് 1ാമത് നിൽക്കുന്ന ഇന്ത്യയുടെ നയരൂപവൽക്കരണം, ക്ഷേമ വിതരണം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയ്ക്കെല്ലാം നിർണായകമാകുന്നത് സെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ 15 വർഷമായി മുടങ്ങിക്കിടക്കുന്ന സെൻസസ് രാജ്യത്തെ പല നയരൂപീകരണങ്ങളെയും ക്ഷേമ വിതരണങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഡിജിറ്റൽ സെൻസസ് നടക്കാൻ പോകുന്നത്. രാജ്യത്താകെയുള്ള 36 സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലായി 7000-ൽ-അധികം ഉപജില്ലകളിലും 9700-ൽ-അധികം പട്ടണങ്ങളിലും ഏകദേശം 6,40,000 ഗ്രാമങ്ങളിലുമായാണ് സെൻസസ് നടക്കുന്നത്. ലോകത്ത് തന്നെ ഇത്ര വിപുലമായ സെൻസസ് നടക്കുന്ന മറ്റൊരു രാജ്യമുണ്ടാകില്ല. സാധാരണയായി സ്കൂൾ അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രാദേശിക ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഫീൽഡ് വർക്ക് നടത്താനും കണക്കെടുപ്പ് നടത്താനും മേൽനോട്ടം വഹിക്കുന്നത്.
ഇവരാണ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. കേരളത്തിൽ ജൂലൈ 1 മുതൽ ഫീൽഡ് സർവേക്കായി ഉദ്യോഗസ്ഥർ ഓരോ വീടുകളിലും എത്തും. ഇതിനു മുന്നോടിയായി സെൽഫ് എന്യൂമറേഷൻ വഴി അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള ആപ്പിൽ ഉണ്ടാകും. സെൽഫ് എന്യൂമറേഷൻ സമയത്ത് ലഭിക്കുന്ന പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ എന്യൂമറേഷൻ ID സൂക്ഷിച്ചു വെച്ച് ഉദ്യോഗസ്ഥർ വരുന്ന മുറയ്ക്ക് അത് അവർക്ക് കൈമാറിയാൽ മതി. ഈ രണ്ടാം ഘട്ടത്തിലാണ് ജാതി കണക്കെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം ജാതി സെൻസസ് നടന്നത് 1931-ലാണ്. രണ്ടു തരം ആശങ്കകൾക്ക് നടുവിലാണ് ഈ സെൻസസ് ഇന്ത്യയിലാകെയും കേരളത്തിലും നടക്കാൻ പോകുന്നത്. ആദ്യത്തേത് പതിവ് പോലെ പ്രവാസികളുടെ കാര്യത്തിലാണ്. പ്രവാസികൾ ഏത് രീതിയിലാണ് സെൻസസിന്റെ ഭാഗമാകേണ്ടത് എന്ന് ഇപ്പോഴും സെൻസസ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ഒരു വ്യക്തത വരുമായിരിക്കും. സെൻസസ് സമയത്ത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതോടെ കേരളത്തിൽ നിന്നടക്കമുള്ള പ്രവാസികൾ കടുത്ത ആശങ്കയിലുമാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രവാസികൾ വിദേശങ്ങളിൽ താമസമാണ്. ഇവരുടെ വീടുകൾ കേരളത്തിൽ അടഞ്ഞുകിടക്കുകയും ചെയ്യുന്നു. ഈ വീടുകളൊന്നും കണക്കെടുപ്പിൽ ഉൾപ്പെടില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയതോടെ ഇവരുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നറിയാൻ ആകാംക്ഷയുണ്ട്. അതോടൊപ്പം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ഒക്കെ വലിയ വിവാദങ്ങളും കോളിളക്കങ്ങളും ആശങ്കകളും സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയ സെൻസസും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഭയപ്പെടാൻ ഒന്നുമില്ലതാണ്.